ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പയും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഗോതമ്പ് പൊടി കുഴച്ചു, അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇനി കപ്പ നന്നാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കപ്പ നന്നാക്കി എടുക്കുക. നല്ല കപ്പ. അപ്പൊ നമ്മള് കപ്പ തോലി പൊളിച്ചു. ഈ കറി നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കപ്പ നന്നാക്കി എടുക്കാം. ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. അപ്പൊ നമ്മൾ കപ്പയൊക്കെ നന്നാക്കി എടുത്തു. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, അതിന് 2-3 പ്രാവശ്യം കഴുകണത്. അപ്പോൾ 1 പ്രാവശ്യം കൂടി കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്ക് കപ്പ ഇതിലിട്ടിട്ട് ഒന്ന് തിളച്ച ശേഷം ഈ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം ഒഴിക്കുക. മഴ പെയ്തല്ലോ, അപ്പോൾ ഇതിനൊരു കട്ടൊക്കെ ഉണ്ടാവും. മഴയും കൂടിയാണ്, അപ്പോൾ ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് കപ്പ വെച്ച് കൊടുക്കുക. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഊറ്റിക്കളയണം വെള്ളം. നമുക്ക് കപ്പ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ വെള്ളം ഊറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില. നമ്മുടെ കപ്പയിലേക്കുള്ള കൊള്ളിന്നും പറയൂട്ടതിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് ഇതിൽ ചേർക്കണം കേട്ടോ. ഇനി
ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മളിത് ചൂടുവെള്ളം ചേർത്തിയ കാരണം പെട്ടെന്ന് തിളച്ചു. ഇത് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചപ്പാത്തി നമ്മുടെ കപ്പയാവുമ്പോഴേക്കും അല്ലെങ്കിൽ കൊള്ളി വേവുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ചെറിയ ബോളാക്കി എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ഇവിടെ 6 ചപ്പാത്തി ഉണ്ടാവും. ഈ നിലം നല്ലതായിട്ട് കഴുകി തുടച്ചിട്ടതാണ്. നമുക്ക് ഇവിടെ ഇട്ട് പരത്താം. നമുക്കൊരു കിണ്ണം വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിന് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കണതാണ് കേട്ടോ. പെട്ടെന്ന് ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചിലവർ പരത്തുമ്പോൾ നല്ല ഷേപ്പൊക്കെ ഉണ്ടാവും. ഞാൻ ചെറുതാക്കിയൊക്കെ പരത്തുകയാണെങ്കിൽ നല്ല ഷേപ്പ് ഉണ്ടാവും. ഇത്തിരി വലുപ്പത്തിലൊക്കെ വന്ന ഷേപ്പ് കാണില്ല. അപ്പൊ നമ്മളൊരു ചപ്പാത്തി ഇവിടെ പരത്തിയിട്ട് ഇവിടെ എടുത്ത് വെക്കുക. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കൊള്ളിക്കറിയും ചപ്പാത്തി. ഇത് ഏകദേശം ഷേപ്പായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്നാലും ഇത് വെച്ച് മുറിച്ചെടുക്കുക. എല്ലാതും ഒരേപോലെ ആയിക്കോട്ടെ. ഇത്തിരി വലുപ്പം കൂടുതലാകണ്ട. നമ്മുടെ അടുത്ത ചപ്പാത്തി ഇവിടെ റെഡിയായി. എല്ലാതും പരത്തിയിട്ട് നമുക്ക് കിണ്ണം വെച്ചിട്ട്, ഇത് വലിയ ചപ്പാത്തി ആയ കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനെ അരയുള്ള പാത്രമില്ല. അതാണ് കിണ്ണം വെച്ചിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കണേ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ തന്നെ മുറിഞ്ഞു വരും. ഇത് കിണ്ണത്തിന് അങ്ങനെയല്ലല്ലോ ഇരിക്കണം. ഇങ്ങനെ ഇത്തിരി കട്ടിയായിട്ടല്ല, അപ്പൊ മുറിയില്ല. മുറിഞ്ഞു വരാനായിട്ട് ഒരുപാടായിരിക്കും. നിങ്ങൾക്ക് ഇത്ര ഒരു കിണ്ണത്തിന്റെ അത്ര വലിപ്പമൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പാത്രം എടുത്താൽ മതി. ഇതുപോലെ അരയുള്ള പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ചെറിയ കിണ്ണം എടുക്കുക. കറണ്ട് പോയിട്ട് ഇവിടെ ഇത് തന്നെ പണി. കറണ്ട് പോവല് തന്നെയാണ് പണി.
നിങ്ങൾക്ക് ഇപ്പൊ അത്ര ഷേപ്പ് ഒന്നും വേണ്ട, പരത്തിയ ഉടനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്തെടുക്കണത്. അല്ലെങ്കിൽ നമുക്ക് പരത്തിയിട്ട് അങ്ങനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ചപ്പാത്തി ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഈ പ്ലേറ്റിന്റെ അത്രയും ഇടണം. ഇനി ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കൊള്ളി എന്താ വെന്തോ നോക്കാം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കൊള്ളി തുറന്ന് നോക്കാം. കൊള്ളി അധികം വെന്തിട്ടൊന്നുമില്ല. വേവാത്ത കൊള്ളിയാണോ? ഇത്ര നേരമായിട്ടൊന്നും നമുക്കപ്പോൾ ഇത് അടച്ചു വെക്കാം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. രണ്ടാമത്തെ അടുപ്പിലേക്ക് വെക്കാം നമുക്ക്. ഇതിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് ആശീർവാദത്തിന്റെ പൊടിയാണ് കേട്ടോ. നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കണ ആശീർവാദം ഗോതമ്പ് പൊടിയാണ്. നല്ല ഗോതമ്പ് പൊടിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എപ്പോഴും ഹൈയിലിട്ടിട്ട് ഉണ്ടാക്കണം. എന്നാലേ അത് നന്നായി കൊമളച്ച് വരുള്ളൂ. തീ കുറച്ചിട്ട് നന്നായി അത് കൊമളക്കില്ല. ഞാനിപ്പോൾ ഇതിൽ പരട്ടണത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. വെറുതെ ടീസ്പൂണൊന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് നന്നായി ഇങ്ങനെ കൊമളക്കിട്ടോ. വെറുതെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എനിക്ക് കറീനെയും കട്ടിയൊക്കെ ഇഷ്ടം കട്ടൻ ചായയിൽ ചപ്പാത്തി തിന്നണത്. കട്ടൻ ചായക്ക് ഇത്തിരി നല്ല മധുരം വേണം. കട്ടൻ ചായ വെച്ചിട്ട് അതിൽ ചപ്പാത്തി മുക്കി തിന്നുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അതാർക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ കട്ടൻ ചായയിൽ ചപ്പാത്തി മുക്കി തിന്നണത്? നമ്മുടെ ചപ്പാത്തി ഇതാണ് കേട്ടോ. നമ്മുടെ കപ്പ അധികം വെന്തില്ല, വെന്തുടഞ്ഞില്ല, അങ്ങനെ കിടക്കുന്നു. എന്നാൽ വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഉടഞ്ഞ് ഒരു കൊഴുപ്പ് ഉണ്ടാവില്ലേ, അതില്ല. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു.
ഒന്ന് വെന്തുടഞ്ഞൊരു കൊഴുപ്പ് മാതിരി കിട്ടില്ല കപ്പ. അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് ഉടയണ കൊള്ളിയല്ല കേട്ടോ അത്. നമുക്കിത് വാങ്ങി വെക്കാം. ഇതിലൊന്ന് കടുക് താളിച്ചിടും. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൊള്ളി നന്നായിട്ട് വെന്തുടയണതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല കറിയാവും അത്. അപ്പൊ നമ്മുടെ കൊള്ളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടില്ല. കൊള്ളി കാണുമ്പോ നല്ല കൊള്ളിയാണ്, എന്താവോ വേവാണ്ടിരുന്നെ. ഇനി മഴ പെയ്തിട്ടാണോ എന്താണോ അറിയില്ലല്ലോ. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിത് കറിയിലേക്ക് ഇടാം. നമ്മുടെ കൊള്ളിക്കറി ഇതാണ്. അപ്പൊ നമ്മുടെ കൊള്ളിക്കറിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കൊള്ളി ഒന്നും കൂടി നന്നായി വേവണതാണെങ്കിൽ നല്ല കറിയാവും കേട്ടോ. ഇത് അത്ര കൊള്ളി അങ്ങോട്ട് വെന്തിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമ്മുടെ കൊള്ളിക്കറിയും ചപ്പാത്തി ഇതാണ്.